ഈ പീയണിക്കാൻ പൊക്കി പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. നല്ല ഫ്രഷ് ആയിട്ട് നാടൻ മായൊന്നും കലരാത്തൊരു പീയണിക്ക് കിട്ടിയപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ പീയണിക്ക് വെച്ച് തോരനുണ്ടാക്കാം. അമ്മ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ അമ്മയെന്ന് പറയുമ്പോൾ അമ്മയമ്മ ആദ്യമായിട്ട് കേൾക്കുന്ന പീയണിക്ക തോരണം. ഞാൻ പറഞ്ഞു കഴിച്ചിട്ടില്ല അമ്മ, എൻ്റെ അമ്മ എനിക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി തരും, അമ്മ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആ പീയണിക്കാൻ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനല്ല, എനിക്ക് ജെമിനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ്. പീയണിക്ക കമ്പിളിപ്പതപ്പ് എന്ന് പറയുന്നത് പോലെ 1000 തവണ ഞാൻ പീയണിക്ക എന്ന് പറഞ്ഞിട്ടും ജെമിനിക്ക് മനസ്സിലായില്ല. അവസാനം പംകിൻ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു പീയണിക്ക കയ്യിൽ വെച്ച ഫോട്ടോ എനിക്ക് കിട്ടിയത്. അവസാനം ഞാൻ വിചാരിച്ച തലയിലോ അല്ലെങ്കിൽ ഞാൻ പീയണിക്ക മണ്ടയിലിരിക്കുന്നതായിട്ടുള്ള ഫോട്ടോ ഇട്ടോന്ന് വിചാരിച്ചു. പക്ഷേ കറക്റ്റായിട്ട് തന്നെ തന്നു. ആദ്യം എനിക്ക് തന്നത് സ്ട്രോബറിയാണ്. ഞാൻ പീയണിക്കാന്ന് മലയാളത്തിൽ കൊടുത്തപ്പോൾ എനിക്ക് സ്ട്രോബറിയാണ് തന്നത്. ഫോട്ടോയുടെ കാര്യം പറഞ്ഞ് തീരുന്ന സ്ഥിതിക്ക് നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ പീയണിക്ക കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞ ഒരു സവാള എടുത്ത് അതേപോലെ സ്ക്വയർ പോലെ കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം കടുവറുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് കിട്ടുമെങ്കിൽ അതുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കടുവറുത്തതിന് ശേഷം അതിനകത്തോട്ട് ഈ സംഭവം ഉപ്പിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് അതിനകത്ത് ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, നമ്മൾ ചിക്കൻ ഇടുന്ന മസാല ഉണ്ടല്ലോ വറുത്ത് പിടിക്കുന്ന ആ മസാല ഒരു 1 സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് മിക്സിയിലിട്ട് 2 അടി അടിച്ചതിന് ശേഷം നമ്മൾ വെന്തിരിക്കുന്ന പംകിൻ പീയണിക്കയിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ തോരൻ റെഡി. ഏതൊരു തോരൻ ഉണ്ടാക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് അതേ മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന തോരനാണ് ഇത്. പക്ഷേ ഈ വീട്ടിൽ ഇത് ആരും കഴിച്ചിട്ടില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇതെനിക്ക് അമ്മ വീട്ടിലുണ്ടാക്കി തരാറുള്ള ഒരു തോരനാണ്. ഈ വീട്ടിലുള്ളവരെ പോലെ നിങ്ങളും ഇത് ആദ്യമായിട്ടാണോ കാണുന്നത്, ഇങ്ങനെ ഒരു റെസിപ്പി ആദ്യമായിട്ടാണോ കാണുന്നത് അല്ലേ എന്നുള്ളത് കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.